നിങ്ങളുടെ മനസ്സ്, അതാണെല്ലാം. നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ വ്യക്തിത്വം, സ്നേഹം, വെറുപ്പ് എല്ലാം അടങ്ങിയിരിക്കുന്നത് ആ മനസ്സിലാണ്. എന്നാൽ മറ്റൊരാളെ കൊണ്ട് നിങ്ങളുടെ മനസ്സ് ഹാക്ക് ചെയ്യാൻ പറ്റുമോ? കമ്പ്യൂട്ടർ പ്രോഗ്രാം മാറ്റുന്നത് പോലെ മരുന്നുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഓർമ്മകൾ മായ്ച്ചു കളയാനും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും സാധിക്കുമോ? ഇത് സയൻസ് ഫിക്ഷൻ സിനിമയല്ല. 1950-കളിൽ അമേരിക്ക സ്വന്തം ജനങ്ങൾക്കിടയിൽ നടത്തിയ ക്രൂരമായ പരീക്ഷണത്തിന്റെ സത്യമാണ്. പ്രൊജക്ട് MK അൾട്ര. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി 20 വർഷത്തോളം CIA നടത്തിയ പരീക്ഷണം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇരുണ്ട അധ്യായമാണ്. ഇന്ന് ടോക്ക് വിത്ത് നോണിക്സിൽ നമ്മൾ ആ അധ്യായത്തെക്കുറിച്ചാണ് നോക്കുന്നത്. 1950-കളിലാണ് കഥ തുടങ്ങുന്നത്. ലോകം രണ്ടായി പിരിഞ്ഞിരിക്കുന്ന സമയം. കോൾഡ് വാർ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് സോവിയറ്റ് യൂണിയനും. അവിടെ തോക്കുകൾ കൊണ്ടുള്ള യുദ്ധത്തെക്കാൾ വലിയൊരു യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ടെക്നോളജി. കൊറിയൻ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അമേരിക്കൻ പട്ടാളക്കാർ തിരിച്ചു വന്നപ്പോൾ അവർ വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. അവർ കമ്മ്യൂണിസ്റ്റെ പുകഴ്ത്തുകയും സ്വന്തം രാജ്യത്തെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തു. അതോടെ അമേരിക്കൻ ഭരണകൂടം ഞെട്ടിപ്പോയി. റഷ്യക്കാർക്കും ചൈനക്കാർക്കും മനുഷ്യനെ മനസ്സ് മാറ്റാൻ കഴിയുന്ന എന്തോ ഒരു സീക്രട്ട് വെപ്പൺ ഉണ്ടെന്ന് CIA വിശ്വസിച്ചു. ഇതിന് മറുപടി നൽകുകയായിരുന്നു അവരുടെ പദ്ധതി. അതിനു വേണ്ടിയിട്ടാണ് ലോകത്തെ ഏറ്റവും ക്രൂരമായ പരീക്ഷണങ്ങൾക്കൊന്നിനു വേണ്ടി അവർ തുടക്കം കുറിച്ചത്. 1953 ഏപ്രിൽ 13 CIA ഡയറക്ടർ അലൻ ഡള്ളസ് ആ ഉത്തരവിൽ ഒപ്പുവെച്ചു. പ്രൊജക്ട് MK അൾട്ര ഔദ്യോഗികമായി തുടങ്ങി. ലക്ഷ്യം ലളിതമായിരുന്നു: മനുഷ്യന്റെ മനസ്സ് നിയന്ത്രിക്കുക. അവർക്ക് വേണ്ടത് ഒരു സൂപ്പർ സ്പൈ ആയിരുന്നു. വേദനകൾ അറിയാത്ത, പിടിക്കപ്പെട്ട രഹസ്യങ്ങൾ ചോർത്താത്ത, കമാൻഡുകൾ മാത്രം അനുസരിക്കുന്ന ഒരു റോബോട്ടിനെ പോലത്തെ മനുഷ്യൻ. പണത്തിന് കുറവില്ല, നിയമങ്ങൾ തടസ്സങ്ങളില്ല. ഈ പ്രൊജക്റ്റിന് വേണ്ടി അവർ ഏതറ്റം വരെയും പോകും. ഈ പ്രൊജക്റ്റ് നയിക്കാൻ വേണ്ടി അവർ തെരഞ്ഞെടുത്തത് ഒരു വിചിത്ര മനുഷ്യനെയായിരുന്നു. ദ ഡേർട്ടി ട്രിക്സ്റ്റർ എന്നറിയപ്പെടുന്ന സിഡ്നി ഗോട്ട്ലീബ്. ആരായിരുന്നു സിഡ്നി ഗോട്ട്ലീബ്? കാഴ്ചയിൽ ഒരു സാധാരണക്കാരൻ. ഒഴിവു സമയങ്ങളിൽ ആടിനെ വളർത്തുകയും നാടൻ പാട്ടുകൾ പാടുകയും ചെയ്യുന്ന ഒരാൾ. എന്നാൽ CIAയുടെ ടെക്നിക്കൽ സർവീസ് സ്റ്റാഫിന്റെ ഹെഡായിരുന്നു അദ്ദേഹം. മനുഷ്യനെ മനസ്സ് മാറ്റാൻ എന്താണ് വേണ്ടത്? അത് കണ്ടുപിടിക്കലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി. കൊക്കൈൻ, ഹെറോയിൻ, മസ്കാലിൻ, അങ്ങനെ ലോകത്ത് കിട്ടുന്ന എല്ലാത്തരം ലഹരി വസ്തുക്കളും ഇദ്ദേഹം പരീക്ഷിച്ചു. പക്ഷെ അതിലൊന്നും ഇദ്ദേഹത്തിന് ഒരു തൃപ്തി കിട്ടിയില്ല. ഒടുവിൽ അദ്ദേഹം കണ്ടെത്തി സ്വിറ്റ്സർലാൻഡിലെ ലാബിൽ നിർമ്മിച്ച നിറമില്ലാത്ത, മണമില്ലാത്ത ഒരു ദ്രാവകം, ലൈസർജിക് ആസിഡ് ഡൈതലാമൈഡ് അഥവാ LSD. ഇന്ന് LSD ഒരു പാർട്ടി ഡ്രഗായി കാണുന്നു. 1950-കളിൽ ലോകത്തിന് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. പക്ഷേ ഗോഡ്ലി വിശ്വസിച്ചിരുന്നത് ഇതിന് മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ സാധിക്കുമെന്നാണ്. ആദ്യം LSD പരീക്ഷിച്ചത് സ്വന്തം ഉദ്യോഗസ്ഥരിൽ തന്നെയായിരുന്നു. ഓഫീസിലിരിക്കുന്നവർക്ക് കാപ്പിയിൽ LSD കലക്കി നൽകും. പെട്ടെന്ന് അവർ ചിരിക്കാൻ തുടങ്ങും, ഭയപ്പെടുന്നു. ബാക്കിയുള്ളവർക്ക് ഇതൊരു തമാശയായിരുന്നു. പക്ഷേ ഗോഡ്ലി വിചാരിച്ചിരുന്നത് ഇത് മരുന്നല്ല, ഒരു ആയുധമാണെന്നാണ്. ശത്രുക്കളുടെ ചോദ്യം ചെയ്യലിൽ അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഇത് ഉപയോഗിക്കാമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. പരീക്ഷണം ഓഫീസുകളിൽ നിന്ന് തെരുവുകളിലേക്ക് നീണ്ടു. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ക്ലൈമാക്സ്. കേൾക്കുമ്പോൾ ഒരു സിനിമാ പേര് പോലെ തോന്നാം, പക്ഷേ ഇതായിരുന്നു CIAയുടെ ഓപ്പറേഷന്റെ പേര്. സാൻ ഫ്രാൻസിസ്കോയിലും ന്യൂയോർക്കിലും CIA രഹസ്യമായ കുറച്ച് അപ്പാർട്ട്മെന്റ്സ് വാങ്ങി. അവിടെ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ ഏൽപ്പിച്ചു. ആ വഴിയെ പോകുന്ന സാധാരണക്കാരെ അവർ വിളിച്ച് അപ്പാർട്ട്മെന്റ്സിൽ കൊണ്ടുവരും. എന്നിട്ട് രഹസ്യമായി അവർക്കുള്ള ഡ്രിങ്ക്സിൽ LSD കലർത്തും. ഇതൊന്നും അറിയാതെ പാവം മനുഷ്യർ ലഹരിയിലാകുമ്പോൾ അടുത്ത മുറിയിലെ ട്യൂബ് മിററിലൂടെ CIA ഏജന്റുമാർ ഇത് നിരീക്ഷിക്കും, റെക്കോർഡ് ചെയ്യും. മയക്കുമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ സത്യം വെളിപ്പെടുത്തുമോ? ഇതായിരുന്നു അവർക്കറിയേണ്ടത്. വർഷങ്ങളോളം ഈ ക്രൂരത തുടർന്നു. ഇരകൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല തങ്ങളൊരു പരീക്ഷണത്തിന്റെ ഭാഗമാവുകയായിരുന്നുവെന്ന്. LSD കൊണ്ട് മാത്രം മനസ്സ് പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് ഗോട്ട്ലീബിന് മനസ്സിലായി. പഴയ ഐഡന്റിറ്റി മായ്ച്ചു കളയണം. അതിന് ശക്തമായ പുതിയ വഴികൾ വേണം. അമേരിക്കയിലും കാനഡയിലെയും പ്രശസ്തമായ സർവകലാശാലകൾക്കും ആശുപത്രികൾക്കും CIA ഫണ്ട് ചെയ്യാൻ തുടങ്ങി. പുറമേ നിന്ന് നോക്കിയാൽ മെഡിക്കൽ റിസർച്ച്, പക്ഷേ ഉള്ളിൽ ക്രൂരമായ പീഡനമായിരുന്നു. ഹൈ ഡോസ് ഇലക്ട്രിക് ഷോക്ക്, ദിവസങ്ങളോളം ഉറങ്ങാതിരിക്കുക. അങ്ങനെ അവർ മാനസികമായി തളരുന്നതുവരെ അവരെ പീഡിപ്പിച്ചു. ഇക്കൂട്ടത്തിലെ ഏറ്റവും ഭീകരമായ സ്ഥലം കാനഡയിലെ മോൺട്രിയലിലുള്ള അലൻ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഇവൻ ക്യാമറോൺ ആയിരുന്നു അവിടുത്തെ പ്രധാനി. അദ്ദേഹം ഒരു ലോകപ്രശസ്തനായ സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. പക്ഷെ അയാൾ ചെയ്തിരുന്നത് ചികിത്സയല്ല. അദ്ദേഹം വികസിപ്പിച്ച ചികിത്സാ രീതിയുടെ പേര് സൈക്കിക് ഡ്രൈവിംഗ് എന്നായിരുന്നു. ഉത്കണ്ഠയ്ക്കോ വിഷാദത്തിനോ വരുന്ന രോഗികളെ അദ്ദേഹം മയക്കി കിടത്തും. എന്നിട്ടൊരു ഹെഡ്ഫോൺ വെച്ചു കൊടുക്കും. അതിൽ നിന്നെ ആർക്കും വേണ്ട, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള വാചകം ലക്ഷക്കണക്കിന് തവണ ആവർത്തിച്ച് കേൾപ്പിക്കും. ആഴ്ചകളോളം കോമയിൽ കിടത്തിയായിരുന്നു ഈ പരീക്ഷണം. ഉണരുമ്പോൾ രോഗിക്ക് താൻ ആരാണെന്നറിയില്ല, തൻ്റെ പേരറിയില്ല, മാതാപിതാക്കളെ അറിയില്ല, എന്തിനു നടക്കാൻ പോലും അറിയില്ല. ഒരു നവജാത ശിശുവിനെ പോലെയായിരിക്കും അയാൾ. ഇവരുടെ പഴയ വ്യക്തിത്വം ക്യാമറൂൺ മായ്ച്ചു കളഞ്ഞിരുന്നു. ഇവരിൽ പലർക്കും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിച്ചിട്ടില്ല. ആരായിരുന്നു ഇവരുടെ പ്രധാന ഇരകൾ? ആരുമില്ലാത്തവർ, മാനസിക രോഗികൾ, ജയിലിലെ തടവുകാർ, ദരിദ്രർ.
കെങ്കക്കിയിലെ ഒരു ജയിലിൽ ശിക്ഷ കുറച്ചു നൽകാമെന്ന് പറഞ്ഞ് 174 ദിവസമാണ് LSD അവർക്ക് നൽകിയത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 174 ദിവസം ഭ്രാന്തമായ ചിന്തകളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. ഇതിനായി എല്ലാം ഉപയോഗിച്ചത് അമേരിക്കൻ ജനതയുടെ നികുതിപ്പണമാണ്. ഏകദേശം 80ഓളം സ്ഥാപനങ്ങളിൽ 155ഓളം ഗവേഷകരാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചത്. അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു തങ്ങൾ പ്രവർത്തിക്കുന്ന CIA വേണ്ടിയാണെന്ന്. MK അൾട്രയുടെ ഏറ്റവും വലിയ രക്തസാക്ഷിയായിരുന്നു ഫ്രാങ്ക് ഓൾസൺ. അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നില്ല. അമേരിക്കൻ സൈന്യത്തിനു വേണ്ടി ജൈവായുധം നിർമ്മിക്കുന്ന പോർട്ട് ട്രിപ്പിലെ ശാസ്ത്രജ്ഞനായിരുന്നു. താൻ ചെയ്യുന്ന ജോലിയിൽ ധാർമ്മികത അദ്ദേഹത്തെ അലട്ടിയിരുന്നു. CIA രീതികളോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ ഗോട്ട്ലീബിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇയാൾ വാ തുറന്നാൽ നമ്മുടെ രഹസ്യങ്ങൾ പുറത്താകും. അങ്ങനെ ഫ്രാങ്ക് ഓൾസൺ ഒരു സെക്യൂരിറ്റി റിസ്കായി മാറി. 1953 നവംബർ 19 ഡീപ് ക്രീക്ക് ലേക്ക് എന്ന സ്ഥലത്ത് വെച്ച് CIA ശാസ്ത്രജ്ഞർക്കായി ഒരു റിട്രീറ്റ് നടത്തിയിരുന്നു. അത്താഴത്തിന് ശേഷം ഗോട്ട്ലീബ് രഹസ്യമായി ഒരു ബോട്ടിൽ മദ്യമെടുത്തു. അതിൽ LSD കലർത്തിയിരുന്നു. ഫ്രാങ്ക് ഓൾസൺ അത് കുടിച്ചു. അല്പസമയത്തിനകം ഫ്രാങ്ക് വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. അദ്ദേഹത്തിന് ചിരി നിർത്താൻ പറ്റുന്നില്ല. പിന്നെ ഭയം വന്നു. തനിക്ക് ഭ്രാന്താവുകയാണെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഗോട്ട്ലീബ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിനക്ക് LSD തന്നതാണ്. എന്നാൽ ആ ട്രിപ്പ് അവസാനിച്ചില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഫ്രാങ്ക് ഭയത്തിലായിരുന്നു. എന്നെക്കെല്ലാം CIA നോക്കുന്നുണ്ട്, എന്റെ പിന്നാലെ ആളുണ്ട് എന്ന് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു. പക്ഷെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗോട്ട്ലീബ് ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയി. 1953 നവംബർ 28 ന്യൂയോർക്കിലെ ഒരു ഹോട്ടൽ. രാത്രി 2 മണി. വലിയൊരു ശബ്ദം കേട്ട് ആൾക്കാർ ഓടിയെത്തി നോക്കുമ്പോൾ 13ാം നിലയിൽ നിന്ന് വീണ് മരിച്ചു കിടക്കുന്ന ഫ്രാങ്ക് ഓൾസനെയാണ് കണ്ടത്. CIA ഉടനെ തന്നെ ഇതൊരു ആത്മഹത്യയാണെന്ന് എഴുതി തള്ളി. ജോലിയിലെ സമ്മർദ്ദം മൂലം അയാൾ ചാടി മരിച്ചതാണെന്ന് കുടുംബത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. 22 വർഷത്തോളം ആ കുടുംബം അത് വിശ്വസിച്ചു. പക്ഷെ 22ാം വർഷം അദ്ദേഹത്തിന്റെ മകൻ ആ മൃതദേഹം പുറത്തെടുത്ത് ഒന്നുകൂടെ പോസ്റ്റ്മോർട്ടം ചെയ്തു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്. വീഴ്ചയിൽ ഉണ്ടാകുന്ന മുറിവുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ തലയിൽ ഒരു അടി കിട്ടിയിരുന്നു. അതായത് മുറിയിൽ നിന്ന് തന്നെ അടിച്ച് ബോധം കെടുത്തി അദ്ദേഹത്തെ പുറത്തേക്ക് എറിഞ്ഞതാണ്. CIA രഹസ്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തിയ കൊലപാതകം. 1973 അമേരിക്കയിൽ വാട്ടർഗേറ്റ് വിവാദം കത്തിപ്പടരുന്നു. അമേരിക്കയുടെ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു. അന്നത്തെ CIA ഹെഡായ റിച്ചാർഡ് ഹെൽമസ് ഭയന്നു. MK അൾട്ര പിടിക്കപ്പെട്ടാൽ CIA എന്നേക്കുമായി പൂട്ടേണ്ടി വരും. അങ്ങനെ അദ്ദേഹം ഒരു ഉത്തരവിട്ടു, MK അൾട്രയുടെ എല്ലാ വിവരങ്ങളും നശിപ്പിക്കുക. ഷ്രെഡിംഗ് മെഷീനുകൾ ദിവസങ്ങളോളം പ്രവർത്തിച്ചു. ആയിരക്കണക്കിന് ഫയലുകൾ അവർ കത്തിച്ചു. ഒരു തെളിവും ബാക്കി വെക്കരുത്. അങ്ങനെ ആ പരീക്ഷണങ്ങളുടെ ഭൂരിഭാഗം തെളിവുകളും ചാരമായി മാറി. പക്ഷെ സത്യം എപ്പോഴും കുഴിച്ചു മൂടാൻ കഴിയില്ല. 1975 ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖകൻ സെയ്മൂർ ഹെർഷ് ഈ കഥ പുറത്തു കൊണ്ടുവന്നു. അമേരിക്ക ഞെട്ടി. സ്വന്തം പൗരന്മാരെ അവർ പരീക്ഷണ മൃഗങ്ങളാക്കിയോ? അതിനെ തുടർന്ന് 1975 ചർച്ച് കമ്മിറ്റി എന്ന സെനറ്റ് അന്വേഷണം തുടങ്ങി. ഹെൽമസ് നശിപ്പിക്കാൻ വിട്ടുപോയ കുറച്ച് സാമ്പത്തിക രേഖകളായിരുന്നു തെളിവ്. വിചാരണയിൽ CIA ഉദ്യോഗസ്ഥർ കുറ്റസമ്മതം നടത്തി. ഈ വിചാരണയിലാണ് ലോകത്തെ ഞെട്ടിച്ച ദൃശ്യം പുറത്തു വന്നത്. CIA രഹസ്യമായി കൈവശം വെച്ചിരുന്ന ആയുധം സെനറ്റിന് മുമ്പിൽ പ്രദർശിപ്പിച്ചു. ഹാർട്ട് അറ്റാക്ക് ഗൺ. കാഴ്ചയിൽ ഇതൊരു സാധാരണ പിസ്റ്റൾ, പക്ഷെ ഇതിനുള്ളിൽ വെടിയുണ്ടയില്ല. വെള്ളം കൊണ്ടുണ്ടാക്കിയ ശീതീകരിച്ച ചെറിയൊരു സൂചിയാണ്. പക്ഷെ ഇതിനുള്ളിൽ മാരകമായൊരു വിഷമുണ്ട്. ഇത് ശരീരത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ വെള്ളമലിഞ്ഞില്ലാതാകും. ബാക്കി അവക ഒരു കൊതുക് കടിച്ച പാട് മാത്രം. പക്ഷെ നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ ഹൃദയാഘാതം വന്ന് മരിക്കും. പോസ്റ്റ്മോർട്ടം ചെയ്താലും കാരണം കണ്ടെത്താൻ കഴിയില്ല. അതൊരു സ്വാഭാവിക മരണമായി നിലനിൽക്കും. പ്രശസ്തനായ യൂണ ബോംബർ ടെഡ് കാർസിൻസ്കി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ MK അൾട്രയുടെ ഭാഗമായി പരീക്ഷണങ്ങൾക്ക് വിധേയനായിരുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ പിന്നീട് ഭീകരനാക്കി മാറ്റിയത്. സ്ട്രേഞ്ചർ തിങ്സ് എന്ന സീരീസിലെ ലെവൻ എന്ന കഥാപാത്രത്തെ പോലും ഈ സംഭവത്തെ ആസ്പദമാക്കി ഉണ്ടാക്കിയതാണ്. MK അൾട്ര തരുന്ന പാഠം ഇതാണ്: അധികാരം കയ്യിലുള്ളവർക്ക് മനുഷ്യർ വെറും ഒരു പരീക്ഷണ വസ്തുക്കൾ മാത്രമാണ്. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ചിന്തകൾ, അത് മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അതാർക്കും വിട്ടുകൊടുക്കാതിരിക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ദിസ് ഈസ് ഐ വിൻ ജോസ് സൈനിങ് ഓഫ്.